ഡിവൈഎഫ്ഐക്കെതിരെ ഗുരുതര ആരോപണവുമായി പത്തനംതിട്ട ആറന്മുള മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി അബിൻ വർക്കി. ഡിവൈഎഫ്ഐ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകിയെന്ന് പറയുന്ന തീയതിയിൽ മുഴുവൻ പണവും നൽകിയിട്ടില്ല. 10 മാസം കഴിഞ്ഞാണ് മുഴുവൻ തുക നൽകിയത്. ഈ 10 മാസത്തെ പലിശ ഇനത്തിൽ കോടികളുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നാണ് അബിൻ വർക്കിയുടെ ആരോപണം. വിഷ്ണു ചേരുകയാണ് വിവരങ്ങളുമായി. വിഷ്ണു, ഇതിപ്പോൾ ഈ പറയുന്ന തീയതിയിൽ കൃത്യമായി പണം മുഴുവൻ നൽകിയില്ല. അതിനുശേഷം 10 മാസം കഴിഞ്ഞാണ് പണം മുഴുവനായിട്ട് നൽകിയത്. അപ്പോൾ ആ ഗ്യാപ്പിൽ വന്ന 10 മാസത്തെ പലിശ ഡിവൈഎഫ്ഐ എടുത്തു എന്നാണോ അബിൻ വർക്കിയുടെ ആരോപണം? അതെ, ഡിവൈഎഫ്ഐക്കെതിരെ വലിയ ആരോപണം തന്നെയാണ് ആറന്മുള UDF സ്ഥാനാർത്ഥി അബിൻ വർക്കി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഡിവൈഎഫ്ഐ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകിയെന്ന് പറയുന്ന രീതിയിൽ മുഴുവൻ പണവും നൽകിയിട്ടില്ല എന്നാണ് അബിൻ വർക്കിയുടെ വാദം. 2025 ഏപ്രിൽ മാസം 20 കോടി നൽകിയെന്നാണ് ഡിവൈഎഫ്ഐ അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ അവർ മുഴുവൻ തുകയും നൽകിയിട്ടിരുന്നില്ല. 10 മാസം കഴിഞ്ഞാണ് മുഴുവൻ തുക നൽകിയത്. ഈ 10 മാസത്തെ പലിശ ഇനങ്ങളിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ള രൂക്ഷമായ ആരോപണമാണ് അബിൻ വർക്കി മുന്നോട്ട് വെക്കുന്നത്. ഈ പണം കൊണ്ട് ഉള്ള പലിശയും ഡിവൈഎഫ്ഐ എടുത്തിട്ടുണ്ടെന്നുള്ള ആരോപണം അബിൻ വർക്കിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. ഏതായാലും ശ്രദ്ധേയമായ ഒരു ആരോപണം തന്നെയാണ് അബിൻ വർക്കി നടത്തിയിരിക്കുന്നത്. പത്തനംതിട്ട പ്രസ് ക്ലബ്ബ് നടത്തിയ മുഖാമുഖം പരിപാടിയിൽ ആരോഗ്യമന്ത്രി ഇരിക്കുന്ന സാന്നിധ്യത്തിൽ തന്നെയാണ് ഈ അബിൻ വർക്കിയുടെ ശക്തമായ ആരോപണം ഉണ്ടായിരിക്കുന്നത്. ഡിവൈഎഫ്ഐ 10 മാസത്തെ പലിശ എടുത്ത് അവരുടെ പാർട്ടിയുടെ ആവശ്യത്തിനും അവരുടെ വ്യക്തിപരമായ ആവശ്യത്തിനും ഉപയോഗിച്ചിട്ടുണ്ടെന്ന ആരോപണവും അബിൻ വർക്കി. ഏതായാലും വലിയ തോതിൽ തന്നെയുള്ള ഒരു ക്രമക്കേട് തന്നെ ഡിവൈഎഫ്ഐ നടത്തിയെന്നാണ് അബിൻ വർക്കി പറയുന്നത്. കാരണം ചൂരന്മാരെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട ഡിവൈഎഫ്ഐ പിരിച്ച ഫണ്ടാണ്. പാർട്ടി പ്രവർത്തകരിൽ നിന്നും ജനങ്ങളിൽ നിന്നുമൊക്കെ പല തരത്തിലുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പല പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാണ് ഡിവൈഎഫ്ഐ ഈ ഫണ്ടുകൾ പിരിച്ചത്. ആ ഫണ്ടുകളാണ് 10 മാസത്തോളം അക്കൗണ്ടുകളിടുകയും അതിന്റെ പലിശ എടുത്ത് ഉപയോഗിച്ചത് എന്നൊക്കെ വിധത്തിലുള്ള ആരോപണം അബിൻ വർക്കി മുൻപോട്ട് വെച്ചു.